അന്തരിച്ച മുതിർന്ന CPIM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പ്രഖ്യാപിക്കപ്പെട്ടതിൽ മകൻ VA അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധേയമാകുന്നു. അച്ഛൻ വിശ്വസിച്ച രാഷ്ട്രീയത്തിനും അദ്ദേഹം നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങൾക്കും ലഭിച്ച അംഗീകാരമാണിതെന്ന് അദ്ദേഹം കുറിച്ചു. അച്ഛനും അംഗീകാരങ്ങളും ജനഹൃദയങ്ങളിലെ പത്മ പുരസ്കാരം എന്ന ഹൃദയസ്പർശിയായ തലക്കെട്ടോടെയാണ് അരുൺകുമാർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഒരു മകൻ എന്ന നിലയിൽ അച്ഛന്റെ ദശാബ്ദങ്ങൾ നീണ്ട പൊതുപ്രവർത്തനത്തിന് രാജ്യം നൽകുന്ന ഈ ആദരത്തിൽ വലിയ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ VS അച്യുതാനന്ദൻ എന്ന പേര് ഒരു വ്യക്തിയുടേത് മാത്രമല്ല, മറിച്ച് ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ തന്നെ പര്യായമാണ്. പുന്നപ്ര വയലാർ സമരത്തിന്റെ കനൽ വഴികളിലൂടെ നടന്നു തുടങ്ങിയതാണ് അച്ഛന്റെ രാഷ്ട്രീയ ജീവിതമെന്ന് അരുൺകുമാർ ഓർമ്മിപ്പിച്ചു. ജയിലറകളിലെ കൊടിയ മർദ്ദന മുറകളോ അധികാരത്തിന്റെ വലിയ പ്രലോഭനങ്ങളോ അദ്ദേഹത്തെ ഒരിക്കലും തന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിച്ചിട്ടില്ല. ഭരണാധികാരി എന്നതിലുപരി ഒരു പോരാളി ആയിരിക്കാനാണ് അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചത്. കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി, വരും തലമുറയ്ക്കായി, പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി, നീതി നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിത രേഖയെന്ന് അരുൺകുമാർ ഫേസ്ബുക്കിൽ എഴുതി. ഈ പോരാട്ടങ്ങളൊന്നും ഒരിക്കലും ഒരു പുരസ്കാരമോ പദവിയോ ലക്ഷ്യം വെച്ചായിരുന്നില്ല. കേരളത്തിലെ ഓരോ തെരുവിലും ആ മനുഷ്യൻ നടന്നു കയറിയത് താൻ വിശ്വസിക്കുന്ന മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിന് വേണ്ടിയും പാവപ്പെട്ടവന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുമായിരുന്നു. പത്മവിഭൂഷൺ എന്നത് ഒരു രാഷ്ട്രം പൗരന് നൽകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയാണ്. ആ നിലയിൽ ഈ അംഗീകാരത്തെ വലിയ ബഹുമാനത്തോടെയാണ് കുടുംബം കാണുന്നത്. പുരസ്കാര ലബ്ധിയിൽ തങ്ങൾ അതീവ സന്തുഷ്ടരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എങ്കിലും അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ പച്ചപ്പും പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്ന നീതിയുമാണ് ഏറ്റവും വലിയ ബഹുമതിയെന്ന് അരുൺകുമാർ വികാര നിർഭരമായി കുറിച്ചു. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയാണ് VS എപ്പോഴും തേടിയിരുന്നത്. പതിറ്റാണ്ടുകളായി കേരളത്തിലെ സാധാരണ ജനങ്ങൾ VSന് നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹവും വിശ്വാസവുമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ കരുത്ത്. ആ ജനകീയ അംഗീകാരമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പത്മം എന്ന് അരുൺകുമാർ നിരീക്ഷിക്കുന്നു. VS അച്യുതാനന്ദന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും ഭരണകൂടങ്ങളോടുള്ള കലഹമായിരുന്നു. അഴിമതിക്കെതിരെയും മാഫിയകൾക്കെതിരെയും അദ്ദേഹം ഉയർത്തിയ ശബ്ദം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ലക്കിടിയിലെയും മൂന്നാറിലെയും കയ്യേറ്റങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ പരിസ്ഥിതി രാഷ്ട്രീയത്തിലെ നാഴിക കല്ലുകളാണ്. വിട്ടുവീഴ്ചയില്ലാത്ത ഈ നിലപാടുകൾക്ക് ലഭിച്ച ദേശീയ അംഗീകാരമായി പത്മവിഭൂഷണെ കാണാൻ കഴിയുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. CPIM എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നപ്പോഴും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അദ്ദേഹം ഒരു ഔദ്യോഗിക പദവിക്കും കാത്തുനിന്നില്ല. പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ കേരളം ഇന്നും ചർച്ച ചെയ്യുന്നവയാണ്. അച്ഛന്റെ വിയോഗത്തിന് ശേഷമുള്ള ഈ അംഗീകാരം കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷമാണ്. VSനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കും ഈ വാർത്ത വലിയ ആവേശം നൽകുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ലഭിച്ച ഒരു വലിയ ബഹുമതി കൂടിയാണിത്. VSനെ പോലൊരു നേതാവിന് ഇത്തരം പുരസ്കാരങ്ങൾ നൽകുന്നത് ആ പുരസ്കാരത്തിന്റെ കൂടി മാറ്റ് കൂട്ടുമെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ വിശ്വസിക്കുന്നു. അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ നിരവധി ആളുകളാണ് VSനോടുള്ള ആദരവ് രേഖപ്പെടുത്തി കമന്റുകൾ ചെയ്യുന്നത്. VS തന്നെയാണ് ഞങ്ങളുടെ അവാർഡ് എന്ന തരത്തിലുള്ള കമന്റുകൾ ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം വ്യക്തമാക്കുന്നു. സമരഭൂമികളിലെ VS എന്ന രൂപം എന്നും മലയാളികൾക്ക് ആവശ്യമാണ്. ലാത്തി ചാർജുകളെയും തടവ് ശിക്ഷകളെയും പുഞ്ചിരിയോടെ നേരിട്ട ആ കരുത്ത് വരും തലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാതൃകയാണത് അരുൺകുമാർ ഓർമ്മിപ്പിക്കുന്നു. അധികാരത്തിൽ ഇരിക്കുമ്പോൾ ജനപക്ഷത്ത് നിൽക്കുക എന്ന വെല്ലുവിളി അദ്ദേഹം ഭംഗിയായി നിറവേറ്റി. ജനകീയ വികാരം മനസ്സിലാക്കിയുള്ള അരുൺകുമാറിന്റെ പ്രതികരണം VSന്റെ രാഷ്ട്രീയ ശൈലിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. VSന്റെ ജീവിതം പോരാട്ടങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു. ആ പോരാട്ട വീര്യം അവസാന നിമിഷം വരെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. അവാർഡുകൾക്കപ്പുറം ഒരു ജനതയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു രാഷ്ട്രം അതിന്റെ സമുന്നതനായ നേതാവിനെ അംഗീകരിക്കുമ്പോൾ അത് അദ്ദേഹം പ്രതിനിധീകരിച്ച ആശയങ്ങൾക്കും അദ്ദേഹം നയിച്ച സമരങ്ങൾക്കും ലഭിക്കുന്ന അംഗീകാരമായി മാറുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. അന്തിമമായി VSന് ലഭിച്ച ഈ പുരസ്കാരം കേരളത്തിലെ പാവപ്പെട്ടവന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും വിജയമായി കരുതപ്പെടുന്നു. അച്ഛന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത്.